അഡ്വക്കേറ്റ് വസന്ത് തേങ്കുമള്ളി, അങ്ങനെ പറ്റിക്കലാണ് എന്ന് പറഞ്ഞവർക്കുള്ള തിരിച്ചടിയാണ് ഇത് എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ, ഈ കമ്മീഷനിൽ ഞങ്ങൾക്ക് വിശ്വാസ്യതയുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് കോൺഗ്രസുമുണ്ട്. ഒരു വശത്ത് കോൺഗ്രസ് അങ്ങനെ പറയുന്നു, ഇത് സർക്കാർ പെട്ടെന്ന് പരിഹരിക്കട്ടെ എന്ന് ലീഗ് അടക്കം പറയുകയും ചെയ്യുന്നു. ഇപ്പുറത്ത് വഖഫ് ബിൽ ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അങ്ങേയറ്റം വരെ ജനങ്ങൾക്കൊപ്പം നിന്ന് സമരം ചെയ്യുന്നുള്ള ഒരൊറ്റ കൈ BJPയും പ്രകടമാക്കുന്നു. ഇതിപ്പോ ആരുടെ കോർട്ടിലാണ് പന്തുകൾ എന്നുള്ളത് ഒരു ചോദ്യമായി നിൽക്കുമ്പോൾ, കോൺഗ്രസിന്റെ കോർട്ടിൽ തൽക്കാലം പന്തില്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് ഏത് തരത്തിലാണ് വസന്ത് റെസ്പോൺസ്? അല്ല അപർണ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കളത്തിലിറങ്ങി കളിക്കുന്നവർ തന്നെയാണ്. പക്ഷെ തൽക്കാലം ഈ വർഗീയതയുടെ കോർട്ടിൽ ഞങ്ങൾക്ക് പന്ത് വേണ്ട എന്ന നിലപാടാണ് കാലങ്ങളായി ഞങ്ങൾ സ്വീകരിക്കുന്നത്, ഇപ്പോഴും സ്വീകരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് മറ്റൊരു നിലപാട് കൂടിയുണ്ട്. അങ്ങനെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കി, അങ്ങനെ ഒരു പ്ലേ പിച്ച് ഉണ്ടാക്കി അവിടെ ഗോൾ അടിക്കാൻ BJP ഇറങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാൻ ഏതറ്റം വരെയും കോൺഗ്രസ് പോകും എന്നതിൽ സംശയവും വേണ്ട. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കമ്മീഷനിൽ വിശ്വാസം അർപ്പിക്കാത്തത്, 10 മിനിറ്റിൽ പരിഹാരം എന്ന് പറഞ്ഞതെന്നറിയാമോ? ഞങ്ങൾ പറഞ്ഞത്, ഒന്ന്, മുനമ്പ ജനതയെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയത് അവർക്ക് കരമടയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന ഇമ്മീഡിയറ്റ് റിസൾട്ട് ആയിരുന്നു. അതിഭയങ്കരമായ അതിപ്രാധാന്യമായി അവരെ നേരിട്ട് ബാധിച്ചത് അവർക്ക് കരമടയ്ക്കാൻ സാധിക്കില്ല. ബാക്കിയെല്ലാം ലീഗൽ പ്രൊസീഡിങ്സ് ആണല്ലോ. വഖഫ് ബോർഡിന്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ട് കോടതി തീരുമാനം എടുക്കുന്നോടം വരെയെങ്കിലും കരമടയ്ക്കാൻ സമ്മതിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിനും സംസ്ഥാന വഖഫ് ബോർഡിനും ചെയ്യാൻ സാധിക്കുമായിരുന്ന കാര്യമാണ്. അത് ചെയ്തില്ല, അത് ചെയ്യാൻ ശ്രമിച്ചില്ല ആദ്യം തൊട്ടേ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട്. സംസ്ഥാന വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും സംസ്ഥാന വഖഫ് ബോർഡ് ഈ വിഷയത്തിൽ BJPക്ക് അനുചരണമായ ഒരു നിലപാട് സ്വീകരിച്ചു പോന്നോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ഇനി രണ്ടാമത്, വഖഫ് ബില്ല് വരുമ്പോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ തീരുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെ എടുത്തു പറയുകയാണ്, മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ പരിഹരിക്കാൻ പോവുകയാണ് ഈ ബില്ല് എന്ന് പറയുകയും ഈ ബില്ലിന് യാതൊരു മുൻകാല പ്രാവീണ്യം നൽകാതിരിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ഇവർ പറയുന്നത് എന്താണ്, ഈ ട്രസ്റ്റുകളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമല്ലോ എന്ന്. ട്രസ്റ്റുകളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായാൽ എന്താണ് ഉണ്ടാവുക? വഖഫ് ഭൂമി എന്ന് ഇവർ ക്ലെയിം ചെയ്യുന്ന മുനമ്പത്തെ ഭൂമി സ്വാഭാവികമായും സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകണം. സ്റ്റേറ്റിന്റെ പിന്തുടർച്ച അവകാശികൾ ആരാണോ അവരുമായി പിന്നീട് കേസുണ്ടാവും. അതായത് അനിതര സാധാരണമായൊരു നിയമ പോരാട്ടത്തിലേക്ക്, നിയമയുദ്ധത്തിലേക്ക് കടക്കേണ്ടതായി വരും മുനമ്പ ജനതയ്ക്ക് വരും ദിവസങ്ങളിൽ. കോൺഗ്രസ് ഇത് മുമ്പേ പറഞ്ഞതാണ്, ഞങ്ങൾ ഇപ്പൊ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് പോലെ, വളരെ മേരി റോയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് പോലെ വരും ദിവസങ്ങളിൽ മുനമ്പം പീപ്പിൾ അവരുടെ എന്താണ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കേസ് ഉണ്ടാകാൻ പോവുകയാണ്. നോക്കൂ, ഈ ഒറ്റ ബില്ലുകൊണ്ട് സംസ്ഥാന വഖഫ് ബോർഡിനും കേന്ദ്ര വഖഫ് ബോർഡിനും തീരുമാനിച്ച് തീർക്കാൻ പറ്റുമായിരുന്ന ഒരു വിഷയത്തിലാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇനി രണ്ട് കാര്യങ്ങൾ. BJPയുടെ അടുത്ത ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം അവിടെ നടക്കാൻ പോവുകയാണ്. അവർ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവിടെ എത്തും. ആ യോഗത്തിന്റെ പേര് ഇട്ടിരിക്കുന്നത് അഭിനന്ദൻ സദസ് എന്നാണ്. ആർക്കാണ് അഭിനന്ദനം കൊടുക്കുന്നത്? കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനാണോ, അതോ ഇപ്പോഴും ദേഹത്ത് നിന്ന് മറ്റേ നാഗവല്ലി ഇറങ്ങിപ്പോയിട്ടില്ലാത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കാണോ, അതോ ഈ മുനമ്പൻ ജനതയുടെ സമരപ്പന്തലിൽ വന്നൊന്ന് പറയുകയും പാർലമെന്റിൽ പോയി മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്രമന്ത്രിക്കാണോ? ആർക്കാണ് ഇവർ അഭിനന്ദനം നൽകുന്നത്? ഇനി നരേന്ദ്രമോദിക്കാണോ? അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയിലുള്ള BJP പ്രതിനിധിയോട് എന്റെ എളിയ ചോദ്യം, നിങ്ങൾ വലിയ കൊട്ടി ഘോഷിച്ച്, നിങ്ങൾ മുനമ്പൻ ജനതയുടെ അടുത്ത് പോയി വലിയ വീർവാണമടിച്ച് നിങ്ങൾ കൊണ്ടുവന്ന ഈ ബില്ലുണ്ടല്ലോ, ഈ ആക്ട് ഉണ്ടല്ലോ, ഈ നിയമമുണ്ടല്ലോ, അത് നിലവിൽ വന്ന എത്രാമത്തെ ദിവസം തൊട്ട് ആ നിയമത്തിന്റെ ഭാഗമായി ഈ പറയുന്ന മുനമ്പൻ ജനതയ്ക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം കരമടയ്ക്കാൻ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു എങ്കിലും ആ വേദിയിൽ വന്ന് പ്രസംഗിക്കാൻ തയ്യാറാവണം. വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസ്. നിങ്ങൾ കൊണ്ടുവന്ന വഖഫ് ബില്ല് കൊണ്ട് മുനമ്പത്തെ ജനതയുടെ പ്രശ്നം തീരുമെങ്കിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവോ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധിയോ പറയണം, ഈ ബില്ല് ആക്ടായി അത് എൻഫോഴ്സ്മെന്റിൽ വന്ന എത്രാമത്തെ ദിവസം തൊട്ട് ഈ മുനമ്പത്തെ ജനതയ്ക്ക് കരമടയ്ക്കാൻ സാധിക്കും, അവരുടെ പ്രശ്നം സമ്പൂർണ്ണമായി തീരാൻ ഈ ബില്ല് എന്തൊക്കെയാണ് സംഭാവന ചെയ്യാൻ പോകുന്നത് എന്ന് പറയണം. ഇനി BJPക്കാരുടെയും സംഘപരിവാരത്തിനില്ല കേട്ടോ, അവര് BJP കുറെയൊക്കെ ക്രൈസ്തവ സ്നേഹം പറയുമ്പോൾ അവർ ഓർഗനൈസറിൽ ക്രൈസ്തവ സഭയാണ് ഏറ്റവും വലിയ നോൺ ഗവൺമെന്റൽ ലാൻഡ് ഹോൾഡർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതും. അവർ മദർ തെരേസയ്ക്കെതിരെ എഴുതും. അവർ
ഗ്രഹാം സ്റ്റെയിൻസിനെ ആക്രമിക്കും. അവർ മധ്യപ്രദേശിൽ പള്ളിക്കുള്ളിലേക്ക് ആർച്ച് കയറും, പള്ളിയുടെ മുകളിലുള്ള കുരിശ് താഴെയിടും. അങ്ങനെ എല്ലാ പണികളും ചെയ്യുന്നവരാണിവർ. നോക്കൂ, ഈ ഗ്രഹാം സ്റ്റെയിൻസിനെ ആക്രമിക്കുമ്പോൾ ഇവർ ബജറംഗി ദളാണെങ്കിൽ പള്ളിയുടെ മുകളിലേക്ക് കയറുമ്പോൾ ഇവർ രാമസേനയാണ്. പള്ളിയിലെ വികാരിയച്ഛനെ തെരുവിലിറക്കി വലിച്ചിഴയ്ക്കുമ്പോൾ ഇവർ ഹനുമാൻ സേനയാണ്. നാട്ടിൽ മുഴുവൻ ഇവർക്ക് പല പേരാണ്. ആ പല പേരിലെത്തുന്ന ഭീകര സത്വത്തിന്റെ പേരാണ് സംഘപരിവാരം എന്നത്. അത് തിരിച്ചറിയാൻ ക്രിസ്ത്യൻ സമൂഹം തയ്യാറാവണം. ഞാനടങ്ങുന്ന ക്രിസ്ത്യൻ സമൂഹം തയ്യാറാവാത്ത പക്ഷം ഇവരുടെ ഈ ആദ്യത്തെ ഒരു ഷുഗർ കോട്ടഡ് ലവ് ഉണ്ടല്ലോ, ആ ഷുഗർ കോട്ടഡ് ലവിന് ശേഷം വരാൻ പോകുന്നത് കൈപ്പേറിയ ദിനങ്ങളായിരിക്കും എന്നത് മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ബി.ജെ.പി നേതാവ് അഡ്വക്കേറ്റ്